പഴയ പോക്കിരി തന്നെയാണ്. പോക്കിരി ഒന്നല്ല, ഒന്ന് രണ്ട് ആളയിൽ ഒരുപാട് പോക്കിരിത്തരം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പോക്കിരി ചെയ്യേണ്ടി വന്നുകൊണ്ട് ഞാൻ പറയണോ, അത് ഒരു ചെറിയ അടി നടത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അടിച്ചു? ആട്ടില്ല. പോലീസ് കേസായോ? പോലീസ് കേസാകുന്നതിന് സ്ഥലം വിട്ടു. ആര് സ്ഥലം വിട്ടു? ഈ അടി കൊണ്ടവൻ. നമ്മളും സ്ഥലം വിട്ടില്ല. എനിക്ക് പറഞ്ഞ ആവശ്യമില്ല. ഞാൻ പോലീസിൽ ആദ്യം സെലക്ഷൻ. ഇതാ വരുന്നു താങ്കളുടെ ഒരു കളിക്കൂട്ടുകാരൻ തന്നെ വരട്ടെ. ഹലോ, ഞാനും കൂടി ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നതിൻ്റെ കാരണം അളിയനാണ്. കെ ഹരിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഞങ്ങളെ പേരിട്ടിരിക്കുന്നത് അയ്യപ്പനും വാവരും എന്നാണ്. കാരണം ഒരിക്കലും ഒരു പിരിയില്ല, അത്രയും ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പിന്നെ ആളെ ധൈര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ധൈര്യം കാണുന്നത് ഈ മാളാരവിന്ദൻ്റെ. അതായത് ഞങ്ങൾ മദ്രാസിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കുന്ന സമയത്ത്, ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ആളെ പറയാൻ പറ്റില്ല, വന്ന് ഒരുപാട് അസഭ്യങ്ങളും കുറേ അപകടങ്ങളൊക്കെ നടത്തി. പക്ഷെ ഞാൻ അന്ന് വായന്നു. പക്ഷേ ഈ മാളാരവിന്ദൻ അവിടെ ഇട്ട് അവനെ അടിക്കുക ചെയ്തത്, ഓടിച്ചിട്ടടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. സാർ എന്താ പറഞ്ഞാൽ, ഒരു പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അയാൾ, ഇയാളും എൻ്റെ പ്രൊഡ്യൂസറും കൂടി അവിടെ വന്നപ്പോൾ എനിക്ക് 30,000 രൂപ തരാണ്ടായിരുന്നു ബാലൻസ്. അപ്പം കാശ് വെച്ചപ്പോൾ അയാൾ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഹോട്ടലുണ്ട് അവിടെ, അരുണോദയം ടൂറിസം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ചോട്ടിൽ ഇയാൾക്ക് വോട്ട് മാത്രം കച്ചവടമുള്ള ആളാണ് ഈ പ്രൊഡ്യൂസർ. അതിപ്പോൾ കാശ് നമ്മൾ 5-6 വോട്ടുകൾ എടുത്തുകൊണ്ട് പോയാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ വോട്ട് വിളക്കിന് അഭിനയിക്കാൻ നടക്കുന്ന ആളല്ല, അതുകൊണ്ട് കാശ് വേണം. അയാൾ നല്ല സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ അടി തന്നെ ഞാൻ ഇങ്ങനെ തടുത്തു, അല്ലെങ്കിൽ മുഖത്തടിച്ചെന്നെ. പിന്നെ എനിക്ക് തോന്നിയ കാര്യമൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. താർത്തു? മുണ്ട കഴിഞ്ഞു പോയി. ആരുടെ? അദ്ദേഹത്തെ ഹനുമാനായിട്ട് നിൽക്കുകയായിരുന്നു, അടി കഴിഞ്ഞ തുണിയിലായിരുന്നു. അബ്ദുള്ള ഓടിയില്ല. അബ്ദുള്ള ഓടുന്ന ആളല്ല, കളരിയ. ആണോ? അയ്യോ, ഓടുന്ന ആളൊന്നും പറ്റിയ കമ്പനിയാണ് കിട്ടിയേക്കുന്നത്. അസാധ്യം. 25-26 വർഷമായി. ഈ അബ്ദുള്ള സാഹിബ് എൻ്റെ അടുത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും പറയൂല, വെറുതെ. അത് പറയില്ല എന്ന് പറഞ്ഞാൽ ഏത് പറഞ്ഞ കാര്യം? എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് അത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ലെന്ന്, അത് പറയില്ലെന്നല്ല. എന്നാ അതും പറഞ്ഞു. ഏത്? അത് ഏതാണോ? ഇല്ല ഇല്ല, ഒരു നാടൻ വരുന്നുണ്ടല്ലേ. ഒരുപാട് കുരുത്തക്കേടുകൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത കാര്യം എടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാർ ഇതൊന്നും പറയരുത് കേട്ടോ, ഇത് മാളച്ചേട്ടൻ്റെ വീട്ടിൽ പോലും അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാതൊന്നും ഞാൻ പറയാം. അതാണ് സൈക്കാട്രിസ്റ്റ് നേരത്തെ പറയാൻ കാരണം. എന്നിൽ നിന്നും ഒന്നും കിട്ടില്ല മോനെ. ഞാനൊന്നും എനിക്ക് വേണ്ടല്ലോ. ഈ ചെയ്ത കുരുത്തക്കേടുകളെ കുറിച്ച് ഏകദേശ രൂപം ഇപ്പോൾ പ്രഷർ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കുന്നു?